താമരശ്ശേരിയിലെ ഗർഭിണിയെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പങ്കാളി അറസ്റ്റിൽ എന്നുള്ളതാണ്. പിടിയിലായത് കോടഞ്ചേരി സ്വദേശിയായ ഷാഹിദ് റഹ്മാനാണ്. യുവതിയുടെ ദേഹമാസകലം ഇസ്തിരിപ്പെട്ടി ഉപയോഗിച്ച് പൊള്ളിക്കുകയായിരുന്നു. വിവരങ്ങളുമായിട്ട് ദിൽഷ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദിൽഷ, നല്ലൊരു ക്രിസ്മസ് ദിവസമായിട്ട് ഒരു ഡാർക്ക് വാർത്തയാണ് വരുന്നത്. ഇത് എന്താണ് സംഭവിച്ചത്? ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും സ്വാതി, ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതായത് കോടഞ്ചേരിയിൽ, താമരശ്ശേരിക്ക് അപ്പുറം കോടഞ്ചേരിയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇന്നലെ ഉച്ചയോടുകൂടി 8 മാസം ഗർഭിണിയായിട്ടുള്ള തൻ്റെ പങ്കാളിയെ, യുവതിയെ അതിക്രൂരമായ രീതിയിൽ ഇസ്തിരിപ്പെട്ടി ഉപയോഗിച്ച് ശരീരമാസകലം പൊള്ളിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ആ ഒരു സംഭവത്തിലാണ് ഇപ്പോൾ യുവതിയുടെ പങ്കാളിയായിട്ടുള്ള കോടഞ്ചേരി പെരുവല്ലി സ്വദേശിയായിട്ടുള്ള ഷാഹിദ് റഹ്മാൻ പിടിയിലായിട്ടുള്ളത്. ഇയാൾ മാരകമായിട്ടുള്ള ലഹരി മരുന്ന് അമിതമായ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. മാത്രമല്ല, ഇന്നലെ ഉച്ചയോടുകൂടി അതിക്രൂരമായ രീതിയിലാണ് 8 മാസം ഗർഭിണിയാണ് എന്നതുകൂടി ഓർക്കണം. 4 ദിവസത്തോളം ഇവരെ ഭക്ഷണവും വെള്ളവും നൽകാതെ വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. പിന്നാലെ വന്നതിന് വീട്ടിലെത്തിയതിനു ശേഷമാണ് ഇത്തരത്തിൽ ക്രൂരകൃത്യം ഇയാൾ ചെയ്യുന്നത്. മുഖത്തും ചെവിക്കും കണ്ണിനുമൊക്കെ തന്നെ മർദ്ദിച്ചിട്ടുണ്ട്. മാത്രമല്ല, വായിൽ തുണി തിരികിയ ശേഷമാണ് ഇത്തരത്തിൽ ഇസ്തിരിപ്പെട്ടി ഉപയോഗിച്ച് ശരീരമാസകലം പൊള്ളിച്ചത്. അതുപോലെ തന്നെ കഴുത്തിൽ പ്ലാസ്റ്റിക് കയറിട്ടുകൊണ്ട് മുറുക്കി കൊല്ലാൻ ശ്രമിച്ചതായിട്ടും യുവതി കോടഞ്ചേരി പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ടായിരുന്നു. ഇയാൾക്കെതിരെ നേരത്തെ ഇവരുടെ ആരോഗ്യത്തിൽ കേസുകൾ ഉണ്ടായതായി കോടഞ്ചേരി പോലീസ് അറിയിക്കുന്നുണ്ട്. മദ്യപിച്ച് സേതു ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ് എന്ന് തന്നെയാണ് ആശുപത്രി വൃത്തങ്ങളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. ശരീരമാസകലം കാര്യമായിട്ട് പൊള്ളലേറ്റിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കണ്ടാൽ മനസ്സിലാകും. മാത്രമല്ല, ശരീരത്തിലാകെ മർദ്ദനവും ഏറ്റിട്ടുണ്ട്. ഇയാൾ നേരത്തെയും ഇത്തരത്തിൽ, അതായത് ഏകദേശം 1 വർഷം മുമ്പാണ്, യുവതി കൊണ്ടോട്ടി സ്വദേശിനിയാണ്, ഇയാളുമായിട്ട് പ്രണയത്തിലാവുകയും ഇവർ ഒരുമിച്ച് ജീവിക്കുന്നതും 1 വർഷം മുമ്പാണ്. ആ കാലം മുതൽ തന്നെ ഇത്തരത്തിൽ അതിക്രൂരമായ രീതിയിൽ ഇയാൾ ഉപദ്രവിക്കാറുണ്ട് എന്നാണ്. മയക്കുമരുന്നിന് അടിമയാണ്. മാത്രമല്ല, ഇയാൾക്ക് സംശയരോഗം കൂടിയുണ്ട്. ഇത് മറ്റൊരാളുമായി ബന്ധമുണ്ടോ എന്നൊക്കെ ചോദിച്ചാണ് യുവതിയെ നിരന്തരം മർദ്ദിക്കുന്നത്. മാത്രമല്ല, മറ്റു കുടുംബ